ഉന്നാവ് ബലാത്സംഗ കേസിൽ മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ജാമ്യം നൽകിയ ഡൽഹി ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതൊരു പ്രത്യേക കേസാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കുൽദീപ് സെൻഗാർ ജയിലിൽ തുടരും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ? എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുൽദീപ് സിംഗ് സെൻഗാർ ഈ ഉന്നാവ് കേസുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ CBI സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇതിൽ അതിജീവിത കക്ഷി ചേരാൻ എത്തിയെങ്കിലും ഒരു സ്വതന്ത്ര അപ്പീൽ നൽകാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ CBIയുടെ അപ്പീൽ പരിഗണിച്ച് ഈ ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഉന്നാവ് കേസിൽ ഈ ദിലീപ് സിംഗ് സെൻഗാർ ജയിലിൽ തുടരേണ്ടി വരും. ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. നിലവിൽ 304 വകുപ്പ് പ്രകാരമുള്ള ഒരു കേസിൽ ദിലീപ് സിംഗ് സെൻഗാർ ജയിലിലാണ്. അതിനാൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്ന കാര്യം നീണ്ടുപോകാനാണ് സാധ്യത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രത്യേക കേസ് കൂടി പരിഗണിച്ച് തൽക്കാലം ജാമ്യം അനുവദിക്കില്ല. ശരി ശ്രീകാന്ത്, ഉന്നാവ് ബലാത്സംഗ കേസിലാണ് മുൻ MLA കുൽദീപ് സിംഗിന് തിരിച്ചടിയായിരിക്കുന്നത്. ജാമ്യം ഉടനില്ല എന്നാണ് ശ്രീകാന്ത് പങ്കുവച്ച വിവരം.